കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ നിന്നും ആശ്വാസം എത്തുന്നത്. കടമെടുക്കുന്നതിന് 13,600 കോടി കൂടി കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്നും പെൻഷനും ശമ്പളവും പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേരളം വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നൽകുന്നത്. ഇതോടെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്ഥിതി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സാമൂഹികക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാനും കഴിയും. കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഇനിയും സഹായം കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച തുടരാനും നിർദ്ദേശം നൽകി. ഇതോടെ ശമ്പള പ്രതിസന്ധിയും തീരും. 26,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു കേരളം സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശം. സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ 13,600 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു. കേന്ദ്രം നിർദ്ദേശിച്ച 13,600 കോടി സ്വീകാര്യമാണെന്ന് കേരളം അറിയിച്ചു. എന്നാൽ 15,000 കോടി കൂടി വേണ്ടിവരുമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്താൻ കോടതി നിർദ്ദേശവും നൽകി. കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ധനക്കമ്മി താരതമ്യം ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. രണ്ടും വ്യത്യസ്തമാണ്. ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. കേരളം ഹർജി പിൻവലിക്കണമെന്ന ഉപാധിയെ കേന്ദ്രം ന്യായീകരിച്ചു. ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ വിമർശിച്ചു. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പെൻഷൻ, ക്ഷാമബത്ത, ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല. ഓവർഡ്രാഫ്റ്റിന്റെ സാഹചര്യമാണുള്ളത്. ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചു. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്ന് നിരീക്ഷിച്ചു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31-ന് മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ അർഹതയുള്ളത് 13,608 കോടി രൂപയാണ്. ഈ തുക കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി നൽകണമെന്നും കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയിൽ സംസ്ഥാനം നൽകിയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഈ തുകയെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരം നൽകാൻ കഴിയൂവെന്നായിരുന്നു കേന്ദ്ര നിലപാട്. എന്നാൽ ഇതിനെ സുപ്രീം കോടതി വിമർശിച്ചു. അധിക തുക കടമെടുക്കുന്നത് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും ചർച്ച ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. ഇതും കേരളത്തിന് ഗുണകരമായി മാറി. കടമെടുപ്പിന് പരിധി നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടിയാണ് കേരളം സ്യൂട്ട് ഹർജി നൽകിയത്. മുൻപ് കേസ് പരിഗണിച്ച ദിവസങ്ങളിൽ വിഷയം പരസ്പരം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചുകൂടെ എന്ന നിലപാടിലായിരുന്നു സുപ്രീം കോടതി. സാമ്പത്തിക വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നതിലെ പരിമിതികളും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു.